ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് ടൈ ആൻഡ് ഡൈ പാറ്റേണിൽ വരുന്ന സെറ്റ് സാരിയും സെറ്റ് മുണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇന്നായി നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. അപ്പം നമ്പർ 1 ആണ്. ഇതൊരു ലാവൻഡർ ആയിട്ട് വരുന്ന റോസ് ഗോൾഡ് പോലത്തെ കസവിലാണ് വരുന്നത്. ബോഡിയിൽ ഫുൾ ലൈൻ ഉണ്ട് കേട്ടോ. ഒരു റോസ് ഗോൾഡ് ടിഷ്യൂ ആ ഒരു പാറ്റേണിലാണ് സാരി വരുന്നത്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരിക കേട്ടോ. അതായത് അപ്പർ ബോർഡറിൽ സെയിം ആ ഒരു റോസ് ഗോൾഡ് ടിഷ്യൂ സാരിയാണ്. ലൈൻ പാറ്റേൺ ആണ്. ബോഡിയിൽ ഫുൾ ഇങ്ങനത്തെ തിൻ ലൈൻ പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സെറി ലൈൻ പോകുന്നുണ്ട്. ഈ ഒരു താഴെ ഭാഗത്തായിട്ടാണ് ഒരു ലാവൻഡർ ഷെയ്ഡിൽ ടൈ ആൻഡ് ഡൈ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ലോവർ പോർഷനിൽ മൊത്തം വരും. ഞൊറിഞ്ഞെടുത്ത് വരുമ്പോൾ ഈ ഒരു ഞെറിയിൽ നമുക്ക് ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ് വരിക കേട്ടോ. കണ്ടോ, ഇങ്ങനെ വരും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ 1 ലെയറിലാണ്. നമുക്ക് ഈ കേരള സാരീസ് കൂടുതൽ അങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. കാരണം അത് ഒലഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഒരു ഫോൾഡിങ് കിട്ടാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഈ ഒരു കളറും കൂടി ആയതുകൊണ്ട് ഇത് അഴുക്കൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ കേരള സാരീസ് ഒന്നും അങ്ങനെ സീ ത്രൂ ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും ഈ ഒരെണ്ണത്തിൻ്റെ 1 ലെയറിലിട്ട് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ വരിക. ടൈ ആൻഡ് ഡൈ പാറ്റേൺ ആണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് പല കളറിൽ ഇങ്ങനെ ഡൈ ചെയ്തെടുത്തിരിക്കുകയാണ്. പല്ലു വരുന്നത് ദാ ഇതേപോലെയാവും കേട്ടോ. ഇങ്ങനെയാണ് ടൈ ആൻഡ് ഡൈ പാറ്റേൺ വരുന്നത്. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഭയങ്കര ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സോഫ്റ്റാണ്. ഇപ്രാവശ്യം വന്നിട്ടുള്ളതൊക്കെ നമുക്ക് ടിഷ്യൂ ആണെങ്കിലും കോട്ടൺ ആണെങ്കിലും ഒക്കെ ഭയങ്കര സോഫ്റ്റാണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. വളരെ കംഫർട്ടബിളാണ്. ഇനി ഇതിൻ്റെ റേറ്റ് വരുന്നത് 1125 കേട്ടോ. 1125 ആണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ്. നമുക്ക് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്ത് പർച്ചേസ് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സ്റ്റോക്കാണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് കാണാം. ടൈ ആൻഡ് ഡൈ വരുന്നത് കോട്ടണിൽ വരുന്നതുണ്ട്, ടിഷ്യൂവിൽ വരുന്നതുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അടുത്തത് നമ്പർ 2 ആണ്. നല്ല ഭംഗിയാണ്. നേരത്തെ നമ്മളൊരു ബ്ലൂയിഷ് ഒരു ലാവൻഡറൊക്കെ ഉണ്ട്. ഇതൊരു ലാവൻഡറിൻ്റെ തന്നെ ഡിഫറെൻ്റ് ഒരു ഷെയ്ഡാണ്. ഇതും ആ റോസ് ഗോൾഡ് പാറ്റേണിൽ സെയിം പാറ്റേണിൽ വരുന്ന സാരിയാണ്. കളറിലുള്ള ചേഞ്ച് മാത്രമാണ് കേട്ടോ. ഇനി ഇത് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇങ്ങനെയാണ് വരുന്നത്. ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ലോവർ പോർഷനിലായിട്ട് ഇങ്ങനെ വരും. അപ്പർ പോർഷനിൽ ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത്. പിന്നെ ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ. റണ്ണിങ് ആയി തന്നെയാണ് ബ്ലൗസ് വരുന്നത്. പിന്നെ നേരത്തെ ബ്ലൗസ് കാണിക്കാൻ വിട്ടു എന്ന് തോന്നുന്നു അല്ലേ. റണ്ണിങ് ആയി തന്നെയാണ് ബ്ലൗസ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഓപ്പൺ ചെയ്യാണ്ടിരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വിട്ടു പോയതാണ്. ഇതിൻ്റെയും റേറ്റ് 1125 ആണ്. ഇങ്ങനെയാണ് പല്ലു വരുന്നത് കേട്ടോ. ചിലതെല്ലാം ഒന്ന് റിവേഴ്സായിട്ടാണ് അവർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പല്ലു ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ആ ടൈ ആൻഡ് ഡൈ പാറ്റേൺ നല്ല ഭംഗിയാണ്. ഇതും റോസ് ഗോൾഡ് പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പിന്നെ ഇത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിന് അകവും പുറമൊന്നും ഇല്ല കേട്ടോ ഈ സാരിക്ക്. 2 സൈഡും ഒരേപോലെ ഇരിക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം മുകളിലേക്ക് വേണ്ട രീതി അങ്ങനെയാണ് ഇപ്പോൾ ഇത് അവർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. റിവേഴ്സായിട്ടും എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഈ ഭാഗം മുകളിൽ വരുന്ന രീതിക്ക് എടുക്കാം. കണ്ടോ, റോസ് ഗോൾഡിലാണ് വരുന്നത് കേട്ടോ. നല്ലൊരു കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക ടിഷ്യൂ ആണ്. ഭയങ്കര സോഫ്റ്റാണ്. അതിലൊരു ലൈൻ പാറ്റേൺ പോകുന്നുണ്ട് കേട്ടോ. ലൈൻ കാണുന്നുണ്ട് എന്ന് വിചാരിക്കണു. പല്ലു ഇതേപോലെ കേട്ടോ. ബ്ലൗസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ടൈ ആൻഡ് ഡൈ പാറ്റേൺ എങ്ങനെയാണ് കട്ട് ചെയ്ത് വരുമ്പോൾ വരിക എന്നറിയില്ല. ഞൊറിഞ്ഞെടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിന് വിത്ത് ബ്ലൗസും ഇതേപോലെ തന്നെ ടൈ ആൻഡ് ഡൈ ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ടാണ് വരുന്നത്. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു കളർ ബ്ലൗസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പെയർ ചെയ്യാം കേട്ടോ. എങ്ങനെയാണെങ്കിലും ഭംഗിയായിരിക്കും. റേറ്റ് വരുന്നത് 1125 ആണ്. 1125 ആണ്. പിന്നെ ഈ ടൈ ആൻഡ് ഡൈ സാരീസിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഡ്രൈ ക്ലീൻ ഓൺലിയാണ് കേട്ടോ. കാരണം ഇതിങ്ങനെ ടൈ ആൻഡ് ഡൈ ആണല്ലോ. ഡൈ ചെയ്തെടുക്കുമ്പോൾ ഇതിലൊരു വേറെ കളറാണ്. ചിലപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ കളറ് സ്പ്രെഡ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഡ്രൈ ക്ലീൻ ചെയ്യുമായിരിക്കും നല്ലത് കേട്ടോ.
ഒരുപാട് മുഷിയുമ്പോഴൊക്കെ വാഷ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് കാറ്റത്തൊക്കെ ഇട്ടിട്ട് ഉണക്കി അഴുക്കൊന്നും ആക്കാതെ ശ്രദ്ധിച്ചു കൊണ്ട് നടന്നാൽ മതി കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് നമ്പർ 3 ആണ് കേട്ടോ. ഇങ്ങനെയാണ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എപ്പോഴും നമ്പർ കൂട്ടി തന്നെ എടുക്കണം, അല്ലെങ്കിൽ എൻക്വയറിയുടെ ടൈമിൽ നമുക്ക് അവൈലബിലിറ്റി പറയാൻ വേണ്ടി ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യം എടുത്ത് പറയുന്നത് കേട്ടോ. ഇത് ഇവർ ഫോൾഡിങ്ങിൽ ഇങ്ങനെയായിട്ടാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് മുകൾ ഭാഗം ഇങ്ങനെയും താഴെ ഭാഗം ഇതേപോലെ. ഇത് ഗോൾഡൻ ടിഷ്യൂവിൽ വരുന്നതാണ്. കണ്ടോ, യെല്ലോ കളർ കസവൊക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് ഇതാ റണ്ണിങ് ആയി തന്നെയാണ് വന്നിട്ടുള്ളത്. പല്ലു ഇതേപോലെ കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഫോൾഡിങ്ങിൽ ഈ ഭാഗം മുകളിലേക്കായ രീതിയിലാണ് അവർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 സൈഡായിട്ട് ഉടുക്കാമെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ സെറ്റ് സാരി സെറ്റുമുണ്ട് ടിഷ്യൂ ഒക്കെ വരുന്ന ഇതിൽ കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ചസും ത്രെഡ് പുള്ളിങ്ങും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ വരും. ടൈ ആൻഡ് ഡൈ പാറ്റേണിൽ വരുന്ന സാരിയാണ്. 1035 ആണ് കേട്ടോ. 1035 നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് സാരി. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. അടുത്തത് നമ്പർ 5 ആണ്. ഇതും ഗോൾഡൻ ടിഷ്യൂവിലാണ് വരുന്നത്. ഇതൊരു ലാവൻഡറും പിങ്കും മിക്സ് ആയ പോലത്തെ കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലത്തെ ഒന്നും ഇപ്പം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഉടുക്കുന്ന സെറ്റ് സാരിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. താഴത്തെ പോർഷൻ ഒരു ഹാഫ് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈ ആൻഡ് ഡൈ പാറ്റേൺ ആണ്. പല്ലു ഇങ്ങനെ തന്നെയാണ് വരുന്നത്. കണ്ടോ, എല്ലാം ഒരേ ഒരു റണ്ണിങ് ആയിട്ട് തന്നെയാണ് പല്ലു, ബോഡി ആൻഡ് ബ്ലൗസ് പീസൊക്കെ വരുന്നത് കേട്ടോ. എല്ലാം റണ്ണിങ് ആയിട്ട് തന്നെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതിൻ്റെ തന്നെ ബ്ലൗസ് ഇടുമായിരിക്കും ഭംഗി, അല്ലെങ്കിൽ ഈ കളറ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അങ്ങനെയും ഇടാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. റേറ്റ് വരുന്നത് 1035, 1035 ആണ്. ഡ്രൈ വാഷ് ഓൺലി ആണ്. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. അടുത്തത് ഇത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോട്ടണിൽ വരുന്ന ഭയങ്കര സുഖമായിട്ട് ഉടുക്കാൻ പറ്റുന്ന സെറ്റ് സാരിയാണ്. ഇങ്ങനെയാണ്. എല്ലാം ഇന്നത്തെ ടൈ ആൻഡ് ഡൈ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഒരു ബ്ലൂയിഷ് ആ ഒരു കളറാണ് കേട്ടോ. ഒരു വയലറ്റും ബ്ലൂവും കൂടെ മിക്സ്. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. കണ്ടോ, ബോഡി ഫുൾ ഇതേപോലെ വരും. ഇത് പല്ലു. എല്ലാം റണ്ണിങ് ആണ്. ബ്ലൗസും റണ്ണിങ് ആയി തന്നെയാണ് വരുന്നത്. ഞാനിനി ഇത് കൂടുതൽ ഓപ്പൺ ചെയ്യണില്ല. നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഉടുത്ത് വരുമ്പോൾ. ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ, ഇവിടെ ഞൊറിഞ്ഞുടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. ഇവിടെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ്. 815 ആണ്. 815 ആണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ്. ഭയങ്കര സോഫ്റ്റാണ്. ഉടുക്കാൻ നല്ല സുഖമാണ്. കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്. ഇനി അടുത്ത കളർ കാണാം കേട്ടോ. അടുത്തത് നമ്പർ 7 ആണ്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെയും ചിലതിൻ്റെ ഫോൾഡിങ് ഈ ഭാഗം മുകളിലേക്കും വൈറ്റ് പോർഷൻ താഴേക്കും ആയിട്ടാണ് വരുന്നത്. ചിലത് റിവേഴ്സായിട്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനകം പുറമൊന്നുമില്ല. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മുകളിലോട്ട് വേണ്ടവർക്ക് അങ്ങനെ ഉടുക്കാം, താഴോട്ട് വേണ്ടവർക്ക് അങ്ങനെ ഉടുക്കാം എന്നാണ് തോന്നുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. ഇതിൻ്റെയും റേറ്റ് 815 ആണ്. നല്ലൊരു ബ്ലൂയിഷ് ഗ്രീൻ അങ്ങനത്തെ ഒരു പ്രത്യേക കളറാണ് കേട്ടോ. ഈ ഒരു കളറ് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഉടുത്ത് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ലുക്കായിരിക്കും. അധികം ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടി ആയിട്ടാണല്ലോ. അപ്പോൾ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരെണ്ണം വാങ്ങിച്ച് നോക്കാവുന്നതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പല്ലൂല് ഈ ഒരു കസവ് വരും. പിന്നെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ബ്ലൗസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ് വരുന്നത്. റേറ്റ് 815. അടുത്തത് നമ്പർ 8 ആണ്. ഇതേപോലെയാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയാണ്. ഇതൊരു റോസ് പിങ്ക് കളറാണ്. ഇതിൻ്റെയും ഈ ഭാഗത്തായിട്ടാണ് ഫോൾഡിങ് അവർ മടക്കി വെച്ചിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയായിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ്. ഇങ്ങനെ വേണമെങ്കിൽ ഈ ഭാഗം മുകളിലേക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ല മറ്റേ വൈറ്റ് പോർഷൻ മുകളിലേക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ. കറക്റ്റ് ഹാഫ് ആൻഡ് ഹാഫ് അല്ല, ഒരു മുക്കാൽ ആൻഡ് ഇവിടെ ഒരു കണ്ടോ 3/4 പിന്നെ ഒരു കാൽഭാഗവും. അപ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. എല്ലാം ഡ്രൈ ക്ലീൻ ഓൺലിയാണ് കേട്ടോ. ടൈ ആൻഡ് ഡൈ എല്ലാം ഡ്രൈ ക്ലീൻ ആണേ. ഇനി അടുത്ത കളർ. അടുത്തത് നമ്പർ 9 ആണ്. ഇതൊരു
ഇതൊരു പ്രത്യേക കളർ കേട്ടോ, മെറൂണിൻ്റെ ഒരു ഡസ്റ്റി ഷെയ്ഡാണോ അതൊരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ ഒക്കെ ഒരു മുകൾ ഭാഗത്തൊരു കളർ ഉണ്ടാവില്ലേ, ആ ഒരു കളർ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഒരു ബ്രൗൺ ഷെയ്ഡെന്നും പറയാം. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ്. നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കണേ, അല്ലെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി പറയാൻ ബുദ്ധിമുട്ടാവും. ഫുൾ റണ്ണിങ് ആയിട്ട് തന്നെയാണ്. ബ്ലൗസ്, പല്ലു, ബോഡി ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. 815 ആണ്, 815. നല്ലൊരു കളറാണ് കേട്ടോ. ഇനി അടുത്ത കളർ കാണാം. അടുത്തത് നമ്പർ 10 ആണ്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈ ആൻഡ് ഡൈ പാറ്റേൺ ആണ് കേട്ടോ. ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. നല്ല രസമാണ് കേട്ടോ. അത് നേരിട്ട് കാണാൻ ഇത്രയും കൂടെ നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല രസമായിരിക്കും. നമുക്ക് ഓണത്തിൻ്റെ അന്നൊക്കെ രാവിലെ കുളിച്ചിട്ടൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി അടിപൊളിയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ടൈ ആൻഡ് ഡൈ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സംഭവമാണ്. നമുക്ക് ഹോൾസെയിലിൽ നിന്ന് നമുക്കിത് കൂടുതൽ പീസസ് എടുക്കാൻ വരെ കിട്ടിയില്ല. കാരണം അവിടെ വരുമ്പോഴത്തേനും ഇത് അത്രയും മൂവിങ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമുക്കിനി എൻക്വയറി അനുസരിച്ച് കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. ഇതാ കണ്ടോ. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇനി അടുത്ത കളർ കാണാം. അടുത്തത് ഇതേപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പീച്ച് കളറാണ്. ഈ ഒരു പീച്ചും ഈ കളറും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് ഉടുത്ത് വരുമ്പോഴാണ് കറക്റ്റ് ഇതിൻ്റെ ഭംഗി അറിയുക. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈ ആൻഡ് ഡൈ പാറ്റേൺ ആണ്. റേറ്റ് വരുന്നത് 815, 815 കേട്ടോ. ഇതെല്ലാം ഒരേപോലെയാണ്. വിത്ത് ബ്ലൗസാണ്, റണ്ണിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യാത്തത്. ഇതിൻ്റെ ഫോൾഡിങ്ങും പോവും, ഇതിൽ അഴുക്കും ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അടുത്തത് ടൈ ആൻഡ് ഡൈൻ്റെ സെറ്റുമുണ്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഒരു വെറൈറ്റി ആയിട്ടാണ് വരുന്നത് കേട്ടോ. നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണാം. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിളാണ് ഇത് ഉടുക്കാൻ. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. നമ്പർ 12 ആണ്. അപ്പോൾ താഴെ ഉടുക്കണ മുണ്ട് ഇതേപോലെ കേട്ടോ. കുഞ്ഞ് ഇതാ കണ്ടോ, ഇതേപോലത്തെ കസവൊക്കെ വന്നിട്ടാണ് നമ്മൾ താഴത്ത് ഉടുക്കണ മുണ്ട് വരുന്നത്. ഇത് നമ്മൾ നേരിയത് മുകൾ ഭാഗത്ത് ഉടുക്കുന്നത്, സാരി പോലെ ഉടുക്കില്ലേ, ആ സംഭവം ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇതിൻ്റെ പ്രത്യേകത എന്ന് വിചാരിച്ച് ഇതിൻ്റെ ബോഡി ഇതേപോലെ വരും. താഴെ മുണ്ടും ബോഡിയുടെ പോർഷനും ഇതേപോലെ വരും. പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്, ടൈ ആൻഡ് ഡൈ ആയിട്ട്. ഈ ടൈപ്പിലാണ് സെറ്റ് മുണ്ട് വന്നിട്ടുള്ളത്. മുണ്ട് ഇതേപോലെ തന്നെ വരും. നമ്മുടെ കേരള സാരിയുടെ ആ ഒരു ടിപ്പിക്കൽ ഗോൾഡൻ കസവുള്ളത്. സെറ്റ് ഇങ്ങനെ നേരിയത് വരുമ്പോൾ ഇതേപോലെ. പല്ലു പോർഷനിൽ ഇങ്ങനെ ടൈ ആൻഡ് ഡൈ പാറ്റേൺ. 700 രൂപയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഫസ്റ്റായിട്ട് ഓണത്തിന് ആദ്യമായിട്ട് സെറ്റ് മുണ്ടൊക്കെ കൊടുക്കണവർക്ക്, ചെറിയ പിള്ളേർക്കാണെങ്കിലും ഉടുക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അതേസമയം നല്ല സ്റ്റൈലിഷും ആയിരിക്കും. എല്ലാവർക്കും ഉടുക്കാൻ നല്ലതാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. റേറ്റ് 700 കേട്ടോ. 700. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട്. സെയിം പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കാണിച്ചു പോവാം. കണ്ടോ, പല്ലു പോർഷൻ ഇതേപോലെ ടൈ ആൻഡ് ഡൈ ആയിട്ടാണ് വരുന്നത്. അടുത്തത് നമ്പർ 13 ആണ്. ഇതേപോലെയാണ് വരുന്നത്. മുണ്ട് ഇതേപോലെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നല്ല കേരള പാറ്റേണിൽ വരുന്നതാണ്. ഇത് ടൈ ആൻഡ് ഡൈ. പല്ലു പോർഷൻ നേരത്തെ കണ്ട അതേപോലെ. ഇനി ഇതെല്ലാം ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പല്ലു ആണ് കേട്ടോ ഈ ഒരു കളർ വരിക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഉടുത്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ബോഡി പോർഷൻ ഇതേപോലെ വരും. പല്ലു പോർഷൻ ഇങ്ങനെ വരും. റേറ്റ് വരുന്നത് 700, 700 കേട്ടോ. ഉടുക്കാനും നല്ല നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെയുള്ള സെറ്റുമുണ്ടാണ്. റേറ്റ് വരുന്നത് 700 ആണ്, 700. ഇനി അടുത്ത കളർ കാണാം. അടുത്തത് നമ്പർ 14 ആണ്. ഇതൊരു സിൽവറിൻ്റെ കരയിൽ വരുന്ന സെറ്റുമുണ്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ മുണ്ട് താഴത്ത് ഉടുക്കുന്ന ഭാഗം വരിക. ഇത് മുകൾ ഭാഗത്ത് പല്ലുവിൻ്റെ പോർഷൻ ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇതൊരു ഖാദി പാറ്റേണിലാണ്, ആ ഒരു ടൈ ആൻഡ് ഡൈ പാറ്റേണിൽ വരുന്നത്. കളർ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പോർഷൻ ഖാദി പോലെയാണ് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയാണ്. ഇതൊരു ബ്ലൂയിഷ് ആഷ് പോലത്തെ ഒരു കളറാണ്. ഒരു ബ്ലൂവിൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് പല്ലു പോർഷൻ പോലെ വരും. ഫ്രണ്ടിൽ ഈ ഒരു കളർ തന്നെയാണ് വരിക കേട്ടോ. ഈ കളർ ബ്ലൗസോ അല്ലെങ്കിൽ നമുക്ക് ഈ കളർ ബ്ലൗസോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടാലും നല്ലതായിരിക്കും കേട്ടോ. നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ സംഭവമാണ്. ഇങ്ങനെ വരും. റേറ്റ് 700 ആണ്, 700. ഇനി അടുത്ത സാരി കാണാം. ഇത് നമ്പർ 15 ആണ്. ഗോൾഡൻ കസവാണ് വരുന്നത്. എല്ലാം കോട്ടണിലാണ് വരുന്നത്. നേരിയതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ ഈ ഒരു കളറായിരിക്കും. നല്ല രസമായിരിക്കും കേട്ടോ ഉടുത്ത് വരുമ്പോൾ. ഇതിൻ്റെയും റേറ്റ് 700 ആണ്, 700 കേട്ടോ. ഇങ്ങനെയാണ് പല്ലുവിൻ്റെ പോർഷൻ വരിക. ഞാൻ ഫസ്റ്റ് സെറ്റ് മുണ്ടിൻ്റെ കാണിച്ചു തന്നില്ലേ, അതേപോലെ തന്നെ
പാറ്റേൺ ഒക്കെ സെയിം ആണ്, കളറിൽ മാത്രം ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 16 ആണ്. ഇതും സിൽവർ കരയിലാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പല്ലു പോർഷൻ, മുണ്ടും നേരിയതിൻ്റെ പല്ലു പോർഷൻ്റെ കളറാണ്. ബോഡി ഈ സെയിം കളറായിട്ട് തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ നല്ലൊരു ക്ലാസ് എലഗൻ ലുക്കായിരിക്കും. സിമ്പിളാണ്, അതേസമയം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓണത്തിന് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലും കൂടെ ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 700 ആണ് കേട്ടോ, 700 ആണ്. ഇത് ഡ്രൈ ക്ലീൻ ഓൺലി ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കളർ ഗാർഡിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാമോ എന്നുള്ളത് ഓരോരുത്തരുടെ ഓൺ റിസ്കിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണണവും നേരിട്ട് കാണണവും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും, അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും അറിഞ്ഞ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസും മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.